ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന വിഷയം, സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത്, സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന ആശയത്തോട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ പുതിയ കാലഘട്ടത്തിൽ അഭിപ്രായം എന്താണ്? ഈ സ്ത്രീയും പുരുഷനും തുല്യരാകുന്നത് എന്തടിസ്ഥാനത്തിലാണ്? സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനം. നീതിയുടെ അടിസ്ഥാനത്തിൽ. അതായത് ഒരു അനീതി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു അക്രമം ഉണ്ടായി, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, അവിടെ സ്ത്രീയാണ് എന്നതുകൊണ്ട് മാത്രം അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. ഈ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് അതല്ലല്ലോ ശരിക്കും ഉദ്ദേശിക്കുന്നത്. മറിച്ച് അതിനപ്പുറത്ത് ഈ ലിബറലിസ്റ്റുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സാമൂഹ്യ നീതിയുടെ വശമല്ല, അതിനപ്പുറത്ത് ചില കാര്യങ്ങളാണ്. അതായത് അത് പറഞ്ഞ് ഏതുവരെ എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സ്വത്വം അത് സ്ത്രീത്വമാണോ അതല്ല പുരുഷത്വമാണോ ആണത്വമാണോ പെണ്ണത്വമാണോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് വരെ പറയുന്നിടത്ത് അതെത്തുമ്പോഴാണ് നീതിയുടെ വിഷയത്തിൽ. അത് ഖുർആനിൻ്റെ കൽപ്പന അതാണ്. സ്ത്രീയാണ് എന്നതുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല? നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. ഭാര്യയാണ് എന്നതുകൊണ്ട് മാത്രം ഭാര്യയോട് എന്ത് ചെയ്യാൻ പാടില്ല? അനീതി കാണിക്കപ്പെടാൻ പാടില്ല. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. ഈ നീതിയെക്കുറിച്ചും സാമൂഹ്യ നീതിയെക്കുറിച്ചും തുല്യതയെക്കുറിച്ചൊക്കെ സംസാരിച്ച മതമാണ് ഇസ്ലാം. പക്ഷേ അതെന്തല്ല, ഒരിക്കലും ഇപ്പറഞ്ഞതുപോലെ ഈ ആളുകളുടെ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ സിസ്റ്റത്തെ അങ്ങനെ തന്നെ തകർക്കുകയും ഇവിടെ ഒരുതരം അത്യാചാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാകാൻ പാടില്ല എന്നാണ് മുജാഹിദുകൾ പറയുന്നത്.